തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 4 പേർ മരിച്ചു. വൈകുണ്ഠ ഏകാദശി ദർശന കൂപ്പൺ വാങ്ങുന്നതിനിടെ വരി തെറ്റിച്ചതിനെ തുടർന്നുണ്ടായ ഉന്തും തള്ളുമാണ് ദുരന്തത്തിന് കാരണമായത്. മുഹമ്മദ് റഹീസ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഉന്മേഷ്, വൈകുണ്ഠ ഏകാദശി ദർശന കൂപ്പൺ വിതരണത്തിനിടയിലാണ് ഇപ്പോൾ തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 4 പേർ മരിച്ചിരിക്കുന്നത്. നാളെയാണ് ദർശനം നടക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ അതിന് തലേ ദിവസമാണ് കൂപ്പൺ വിതരണം ചെയ്യാനുള്ളത്. പല കൗണ്ടറുകൾ സെറ്റ് ചെയ്ത് അതുവഴിയാണ് കൂപ്പൺ വിതരണം ചെയ്യുന്നത്. ഇത്തവണ 9 കൗണ്ടറുകളായിരുന്നു ആകെ കൂപ്പൺ വിതരണത്തിനായി ഉണ്ടായിരുന്നത്. അതിൽ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഒരു കൂപ്പൺ വിതരണ കൗണ്ടറിന് മുന്നിലാണ് വലിയ ഉന്തും തള്ളും ഉണ്ടായത്. തിക്കിലും തിരക്കിലും പെട്ട് 4 പേർ മരിച്ചു, 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇതിൽ രാവിലെ മുതൽ തന്നെ, രാവിലെ 7 മണിയോടുകൂടി തന്നെ പലരും ഇത്തരത്തിൽ ക്യൂവിലായിരുന്നു. അതിനുശേഷം വൈകിട്ടോടുകൂടി ഈ കൂപ്പൺ കൊടുക്കാൻ തുടങ്ങി. കൂപ്പൺ കൊടുത്തപ്പോൾ പലരും വരി തെറ്റിച്ച് മുന്നിലേക്ക് കയറി കൂപ്പൺ വാങ്ങാൻ ശ്രമിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു ഉന്തും തള്ളും അവിടെ ഉണ്ടായി. വാക്കേറ്റമുണ്ടായി. പിന്നീട് അത് ഉന്തും തള്ളുമായും മാറി. ശേഷം ഈ കൂപ്പൺ വിതരണം നടത്തുന്ന കൗണ്ടറിലേക്ക് ആളുകൾ ഇടിച്ചു കയറാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ തിക്കിലും തിരക്കിലും പെട്ട് 4 പേർ മരിച്ചിരിക്കുന്നത്. ഇതിൽ 2 സ്ത്രീകളുണ്ട് എന്നാണ് വിവരം. മരിച്ചവരിൽ ഒരാളുടെ പേര് മല്ലിക എന്നാണ്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. ആംബുലൻസിലും മറ്റുമായി തന്നെ 30-ലധികം പേരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായവരും ശ്വാസതടസ്സം നേരിട്ടവരുമായ പലരും നേരത്തെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. നിലവിൽ തിരുമല ദേവസ്ഥാനം നൽകുന്ന ഒരു വിശദീകരണം, സാധാരണ എല്ലാ വർഷവും ഇത്തരത്തിൽ കൗണ്ടറുകൾ സെറ്റ് ചെയ്താണ് ഇങ്ങനെ ഈ കൂപ്പൺ വിതരണം ചെയ്യുന്നത്. കൂപ്പൺ എടുക്കുന്നവർക്ക് മാത്രമാണ് നാളെ ദർശനം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ കൂപ്പൺ എടുക്കാൻ സാധാരണഗതിയിൽ തിരക്കുണ്ടാകാറുണ്ട്. അത്തരത്തിൽ എല്ലാ വർഷവും ഉണ്ടാകുന്നത് പോലെ ഒരു തിരക്കാണ് ഇപ്പോഴും ഉണ്ടായതെന്ന് പറയുന്നു. ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, മതിയായ പോലീസ് ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലേ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 4 പേർ മരിച്ചിരിക്കുന്നു, ഒപ്പം 30-ലധികം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഉന്മേഷ്, മുഹമ്മദ് റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത്.